Assalamu alaikum. Hi all. Welcome back to Maimun's Kitchen. ഹായ്. അപ്പം ഇന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസം. മഴ എന്ന് മാത്രമല്ല ചെറിയതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കറണ്ടും അങ്ങ് പോയി. കാറ്റടിച്ചപ്പോൾ തന്നെ കറണ്ട് അങ്ങ് പോയി. പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വിചാരിച്ചു എന്താ ഉണ്ടാക്കേണ്ട ഉച്ചക്കൊക്കെ ചോറിന്. കാരണം കറണ്ടും ഇല്ല, തേങ്ങ അരക്കണമെങ്കിൽ അത് പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ കറണ്ട് വരുമോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പിന്നെ എന്തായാലും ബിരിയാണി ആക്കാം. ഇന്ന് പുറത്തൊന്ന് പോവുകയും ചെയ്യണം. ചെറിയൊരു പർച്ചേസ്. അപ്പോൾ പർച്ചേസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. പോകണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിന്നാണ് ഒരു സമയമൊക്കെ ഒത്തു വന്നത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബിരിയാണി തന്നെ ആക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായി. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് 2 തരം മസാല വെച്ചിട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി. അപ്പം ഇവിടെ മീൻ ഉണ്ടായിരുന്നു, അയക്കൂറ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അയക്കൂറ കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് അങ്ങ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മീനാക്കുന്ന ദിവസം എന്തായാലും ഇവിടെ ചിക്കൻ കുറച്ച് ആക്കണം. കാരണം മീൻ കൂട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ചിക്കൻ്റെ മസാലയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചതാണ്. എന്നിട്ട് അത് മുളകിലേക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മീനും ചിക്കനും അവിടെ പൊരിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം മസാല സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുന്നില്ല. വലുതായിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് രണ്ടിലേക്കും അങ്ങ് പാർട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ദം ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യുക. മസാല സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാനിപ്പം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് നന്നായി മൂത്ത് വന്നപ്പം ഒരു 8ഓളം സവാള നിർമ്മയായി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് വഴന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് എണ്ണയിൽ കിടത്തി ഇങ്ങനെ വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നായിട്ട് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം സവാളക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ മീനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് കൂടിപ്പോവണ്ട, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടിടണം. സവാള ഇപ്പം ചെറുതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കണം. അപ്പം മൂന്നും സാധാരണ ഞാൻ ബിരിയാണിയിലേക്ക് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഓരോന്നും ചതച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒരു 5 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിപ്പം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാളയിലെല്ലാം ഒന്ന് പിടിച്ചിട്ടൊന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം പച്ചമുളക് ഒരു 5-6 നീളത്തിൽ കീറിയിട്ടിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടൻ മുളകാണ്, അപ്പം നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഈ മസാലയിൽ പൊതുവേ നമ്മൾ പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ മസാലയിൽ ചേർക്കാറില്ല. അത് പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചിക്കനോ മീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പൊരിച്ചെടുക്കുമ്പം അതിൽ കിട്ടുന്ന ആ ഒരു മുളകിൻ്റെ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മളിവിടെ പൊതുവേ ചേർക്കാറില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 4 തക്കാളിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ 5 മിനിറ്റോളം അടച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും മൂടി തുറന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒരു 2-3 തവണ അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. എത്രയായാലും ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെയായാൽ പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് വഴന്ന് കിട്ടൂല. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും അടച്ചു. ഇപ്പം നമ്മുടെ ചിക്കൻ ചെറുതായി പൊരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇതിപ്പം ഓൾറെഡി വെന്തതായതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്നങ്ങ് മുരിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഇടുന്നില്ല. അതിന് കണക്കായിട്ടുള്ള കുറച്ച് ഓയിൽ മാത്രം ഇട്ടിട്ട് ഒന്നങ്ങ് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയാൽ മതി. ഇപ്പോഴേക്കും നമ്മുടെ മസാല കണ്ടോ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇതൊന്ന് ഉടയാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പം ഫ്ലെയിം ഒരു മീഡിയം ഹൈ ആക്കി കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വലിയ തവി തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
എല്ലാം ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്, ഏകദേശം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് ചിക്കനിലേക്കും ബാക്കി പകുതി എടുത്തിട്ട് മീനിലേക്കും അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം അതവിടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്നങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഈ സമയം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പം നെയ്ച്ചോറ് ഇപ്പം കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറായി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പൊതുവേ നെയ്ച്ചോറ് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈസി. കുക്കറിലാവുമ്പം അളവ് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ എന്തായാലും അതൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതിന്ന് ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. അപ്പോൾ കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ സ്പൈസസും അങ്ങ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ അതേപോലെ ഞാനിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായി മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ സവാള നേർമയായി അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നേർമയായിട്ടെന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റ് ചെയ്തതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇനി സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചോറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. പിന്നെ ആ ഒരു നാരങ്ങയുടെ ഫ്ലേവർ ചോറിൽ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവല്ല കുക്കറിൽ ഉണ്ടാവുക. കാരണം കുക്കറിൽ നിന്നുള്ള വേവും അതുപോലെ പാത്രത്തിലുള്ള വേവും തമ്മിൽ വ്യത്യാസമുണ്ട്. കുക്കറിലെല്ലാം കൂടെ ജാമായിട്ട് പ്രഷറായിട്ട് അങ്ങ് വെന്ത് കിട്ടുകയല്ലേ ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ പാത്രത്തിലേക്ക് എടുക്കുന്നതിൻ്റെ വെള്ളത്തിൽ നിന്നും ഒരു പാട്ട വെള്ളം അങ്ങ് കുറച്ചേക്കണം. ഞാനിപ്പം ഈ കാണുന്ന പാട്ടയിൽ 3 പാട്ട കണക്കാക്കിയിട്ടാണ് അരി എടുത്തത്. അതിൻ്റെ ഡബിൾ സൈസിലാണ് ശരിക്കും വെള്ളം എടുക്കേണ്ടത്. അതായത് 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 6 ഗ്ലാസ് വെള്ളം എടുക്കണം. ഞാനിപ്പം കുക്കറിലായതുകൊണ്ട് 5 പാട്ട മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. ആ പാട്ടയിൽ 5 പാട്ട വെള്ളം, ചൂടായിട്ടുള്ള വെള്ളമാണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ആ വെള്ളം നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വന്നാലേ അരി ഇട്ട് കൊടുക്കാവൂ. അപ്പം അരി ഓൾറെഡി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മസാല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടിലേക്കും, മീനിലേക്കും ചിക്കനിലേക്കും പാർട്ടാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പം പകുതി എടുത്തിട്ട് ചിക്കൻ പൊരിച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് എല്ലാത്തിലും ഒന്ന് ചിക്കനിലേക്കും മസാലയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള തക്കാളി, ഉള്ളി, മസാല കൂട്ടിലേക്ക് ഞാനിപ്പം പൊരിച്ച മീൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ നെയ്യും കക്കവും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ ആ മസാലയിൽ നല്ല കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. അങ്ങനെ ആകുമ്പോൾ മസാല കുറച്ച് കളറുണ്ടാവും. അപ്പം ഞാനിപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനായതുകൊണ്ട് സ്പൂൺ കൊണ്ടങ്ങ് ഇളക്കി കൊടുത്താൽ മീനല്ല, ചിക്കൻ പോലെ അല്ലല്ലോ, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാത്രം ജസ്റ്റ് ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് അടച്ച് വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തിട്ട് വെള്ളം ഊറ്റാനായി വെച്ചിട്ടുണ്ടായിരുന്നു അരി, അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ആ പാട്ടയിൽ 3 പാട്ടയാണ് ഞാൻ അളന്നിട്ടെടുത്തത്. അതിന് കണക്കായിട്ട് 5 പാട്ടയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പം കുക്കർ വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വിസിൽ വന്നാൽ നമുക്കിതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻ മസാല കണ്ടോ, നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നെയ്ച്ചോറ് ഒരു വിസിൽ വന്നപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഈ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത്. നമ്മുടെ നെയ്ച്ചോറ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല മണിമണി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിതൊട്ടൊന്നങ്ങ് നന്നായി കുഴച്ചെടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ദം ചെയ്യലാണ്. അപ്പം നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്, അതുപോലെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മസാലയിലേക്കും ചോറിട്ട് കൊടുത്തിട്ട് ദം ചെയ്യാം. അപ്പം ഞാനിപ്പോൾ മീൻ മസാലയിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ ചോറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. രണ്ടിലും അതേപോലെ ഒരു ലെയറിൽ ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് പൊരിച്ച ഉള്ളി, അതുപോലെ മല്ലിയില എന്നിവ വിതറിയിട്ട് അടച്ച് വെക്കാം. അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കണം. ഈ മസാലയുടെ ഫ്ലേവറൊക്കെ അങ്ങ് ചോറിലേക്കും കയറണമല്ലോ. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഞാനിപ്പം പ്ലേറ്റിലേക്കെല്ലാം ഓരോന്നായിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ മസാല, അതുപോലെ ചിക്കൻ മസാല, നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദം പൊട്ടിക്കുമ്പോൾ ഞാനിപ്പം 2 മസാലയിലെ ചോറും ഞാനിപ്പം കുക്കറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഒരു ചോറ് നന്നായി മിക്സാക്കി എടുത്തിട്ടാണ് ഞാനിപ്പം സെർവ് ചെയ്തത്. ഇതല്ലാതെ തീരെ ചിക്കൻ കൂട്ടാത്ത ആൾക്കാരായിരിക്കും ചിലരുണ്ടാവുക, അല്ലെങ്കിൽ തീരെ മീൻ കൂട്ടാത്ത ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് 2 ചോറും ഒരുമിച്ച് അങ്ങ് മിക്സാക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ പാത്രത്തിലേക്ക് അങ്ങ് ദം പൊട്ടിച്ചാൽ മതി.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 മസാല വെച്ചിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയോടൊപ്പം റൈത്തയോടൊപ്പം പിന്നെ അച്ചാർ ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാത്രയാണ് തലശ്ശേരിയിലേക്ക്. കുറേ ദിവസമായിട്ട് പോകണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങ് ലേറ്റായി പോയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കറണ്ടും ഇല്ല. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തലശ്ശേരിയിലേക്ക് വിട്ടു. എവിടെയാണെന്ന് വെച്ചാൽ കണ്ണങ്കണ്ടി എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് നമ്മൾ എത്തിയത്. കണ്ണങ്കണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസിന് പോകുന്നത്. അധികവും നമ്മൾ ഈ പ്ലാന്റ് തലശ്ശേരിയിലുള്ള ഈ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ എടുക്കാറ്. പക്ഷേ ഇത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്കും വന്നു. അപ്പോൾ കണ്ണങ്കണ്ടി എന്ന് പറയുന്നത് വലിയൊരു ഷോറൂം തന്നെയാണ്. ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ നല്ല ബ്രാൻഡായിട്ടുള്ള കമ്പനീസിൻ്റെയും നല്ല നല്ല സാധനങ്ങൾ ഇതിലുണ്ട്. ഇത് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെറുക്കരയിലേക്ക് പോകുന്ന വഴിക്ക് ടൗൺ ഹാളിൻ്റെ സൈഡിലാണ് വരുന്നത്. അപ്പം നല്ലൊരു വലിയ ഷോറൂം തന്നെയാണ്. താഴത്തെ AC, ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മോളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ കിച്ചൺ ഐറ്റംസ്, ഇലക്ട്രോണിക്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം കിച്ചൺ ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റിൻ്റെ അത്രയും കിച്ചൺ ഐറ്റംസ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് വന്നത് ഗ്യാസ് അടുപ്പ് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഗ്യാസ് അടുപ്പ് ഒരു പല ടൈപ്പിലുള്ളതുണ്ട്. അപ്പം ഗ്ലാസ് ടോപ്പിലുള്ളതാണ് നമ്മൾ വാങ്ങിയത്. ഇതിന് മുമ്പും നമ്മളടുത്ത് ഗ്ലാസ് ടോപ്പ് ഉണ്ട്, പക്ഷെ ഏറ്റവും കംപ്ലൈൻറ്റ് വന്നൊരു സാധനമാണത്. അങ്ങനെ പിന്നെ പ്രീതിൻ്റെ 3 ബർണറുള്ള ഗ്യാസ് അടുപ്പാണ് നമ്മളെടുത്തത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് വിട്ടു. കാരണം നല്ല മഴയും ഉണ്ട്, പിന്നെ സ്കൂൾ വിട്ട് വരാനുള്ള സമയമൊക്കെ ആയി മോള്. അപ്പോൾ അതുകൊണ്ട് അത്ര ലേറ്റ് ആയാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു 5-6 കൊല്ലം മുമ്പ് വീട്ട് കൂടുന്ന സമയത്ത് ഒരു 3 ബർണറുള്ള ഇതേപോലെ ഗ്ലാസ് ടോപ്പിൻ്റെ ഉണ്ടായിരുന്നു. പ്രീതിയുടെ അല്ല, അത് ഇംപെക്സ് അങ്ങനെ എന്തോ ഒരു കമ്പനീൻ്റെയാണ്. അപ്പോൾ അതിന് നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. 7000 ഉറുപ്പ്യ എങ്ങാനും കൊടുത്തിട്ട് അന്ന് വാങ്ങിയത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് ഈ ലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് കേടായിപ്പോയി. ഒരു 6 മാസം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ബർണറിന്ന് ഭയങ്കര ഒച്ച വന്നിട്ട് പിന്നെ അത് തനിയെ അങ്ങ് പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ടായി. അങ്ങനെയാണ് പിന്നെ സ്റ്റീലിൻ്റെ ഒരടുപ്പ് വാങ്ങിയത്. പിന്നെ അതും പിന്നെ അത്ര ചൂടില്ല തീയൊന്നും. അപ്പോൾ അതുകൊണ്ട് കുറേ ആയിട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ഇതെന്തായാലും നല്ല ക്വാളിറ്റി ആയിരിക്കും. കാരണം പ്രീതിയുടെ മിക്സിയും ഒക്കെ നമ്മളെ അടുത്തുണ്ട്. ഒത്രയോ 10-12 കൊല്ലമായിട്ടും കേടാവാത്തൊരു സാധനമാണ് പ്രീതിയുടേത്. അപ്പം അതുകൊണ്ട് എന്തായാലും ഒന്ന് വാങ്ങി അങ്ങനെ അൺബോക്സ് ചെയ്തു. അപ്പം പുതിയ അടുപ്പല്ലേ, എല്ലാം സെറ്റാക്കി വെച്ച് പഴയ അടുപ്പ് മാറ്റി വെച്ചിട്ട് റെഗുലേറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് സംഭവിച്ചു. പിന്നെ എന്തായാലും പുതിയ അടുപ്പല്ലേ, അപ്പം പിന്നെ പാല് വാങ്ങിയിട്ട് അതങ്ങ് കാച്ചാമെന്ന് വിചാരിച്ചു. പിന്നെ അടുപ്പ് ഇപ്പോൾ 3 ബർണറുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഓട്ടോമാറ്റിക് അല്ല, സാധാരണ നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ കത്തിക്കേണ്ടതാണ്. പ്രീതി ബ്ലൂ ഫ്ലെയിം ബ്ലേസ് ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിനുള്ള ഫീച്ചേഴ്സ് ഒരുപാട് അവർ പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ്. 5 years വാറണ്ടി ഉണ്ട്, ലൈഫ് ലോങ് ഫ്രീ സർവീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് 3 ബ്രാസ് ബർണേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ലാർജ്, ഒന്ന് എക്സ്ട്രാ ലാർജ്, പിന്നെ ഒന്ന് സ്മോൾ ആണ്. എക്സ്ട്രാ ലാർജ് എന്ന് പറയുമ്പോൾ വലിയ സൈസിലുള്ള ഫ്ലെയിമാണ് അതിൽ വരാൻ. അപ്പം നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ്. നല്ല തീ എല്ലാ ഭാഗത്തേക്കും ചുറ്റിലും തീ കിട്ടും. പിന്നെ ഒരു മീഡിയം സൈസിലുള്ളതാണ്. പിന്നെ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണ്, നമുക്ക് പോളയൊക്കെ ചുടാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ളതാണ്. പിന്നെ അതേപോലെ തീ കൂട്ടാനും കുറക്കാനും ഉള്ള 3 പുഷ് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ മൂവ് ചെയ്യാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാതെ തന്നെ നമുക്കിതിൻ്റെ കൗണ്ടർ ടോപ്പ് അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള 2 കാല് എക്സ്റ്റെൻഡ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക് അടിഭാഗമൊക്കെ നന്നായിട്ട് തുടക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു ഫീച്ചർ ഇതിലുണ്ട്. കാല് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് ക്ലീൻ ചെയ്തതിന് ശേഷം സാധാരണ പോലെ ആക്കി വെച്ചാലും മതി. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൂടുള്ള സാധനങ്ങളൊന്നും ഈ ഗ്ലാസ് ടോപ്പിലേക്ക് അങ്ങ് എടുത്ത് വെക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സ്ക്രാച്ച് ആവാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നെ ഗ്യാസ് സേവ് ചെയ്യാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊരു മാസത്തോളം ഗ്യാസ് എടുക്കാറുണ്ട്. ഒരു ഗ്യാസ് എടുക്കുന്നത് ഒരു മാസത്തോളമാണ്. അപ്പം അതൊക്കെ നമുക്കതിന് നോക്കാം. പിന്നെ ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റിമൂവബിൾ ട്രേ ഉണ്ട്. അപ്പം അത് നമുക്ക് പാലോ ചോറോ ഒക്കെ വെക്കുമ്പോൾ തൂവിപ്പോയാൽ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം ഗ്യാസിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഒന്നും പോകില്ലല്ലോ. അപ്പം അതൊരു ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് തോന്നുന്നു. പിന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഞാനിപ്പം കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു റിവ്യൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് 6000 റേറ്റ് വരുന്നുണ്ട്. 5900 ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ
ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വാങ്ങാമല്ലോ. അപ്പം ഇന്ന് വീഡിയോയിൽ കാണിച്ചതെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം പാത്രത്തിലാണ് മസാലയൊക്കെ മാളിച്ചെടുത്തത്, തക്കാളി ഉള്ളിയൊക്കെ. അപ്പോൾ അതിലും ഈസി ആയിട്ട് വേണമെങ്കിൽ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുക്കറിലിട്ടൊരു 4-5 വിസിലിന് അങ്ങ് വേവിച്ചെടുത്തിട്ട് പിന്നെ പൊരിച്ച ചിക്കനിലേക്കും മീനിലേക്കും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സാക്കി എടുക്കാം. അതും ഈസിയാണ്. അപ്പം മീൻ കൂട്ടാത്തവർക്ക് ചിക്കൻ്റെ മസാലയും, അല്ലെങ്കിൽ ചിക്കൻ കൂട്ടാത്തവർക്ക് മീനിൻ്റെ മസാലയും വെച്ചിട്ടുള്ള അങ്ങനെ അടിപൊളി ബിരിയാണി എല്ലാവരും കണ്ടല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ. അതുപോലെ അതിനടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.